ഹായ് ഹലോ നമസ്കാരം. അപ്പം എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രാസ് ഞാൻ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ക്ലോവിയ എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ബ്രാസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ചും കൂടെ ബ്രാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് വാങ്ങിയ സമയത്ത് നമ്മുടെ പെർഫെക്റ്റ് സൈസ് അല്ലായിരുന്നു. ഞാൻ സൈസ് ഒന്നും ബ്രാൻഡ് സൈസ് ഒന്നും മെഷർ ചെയ്തിട്ടല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ബ്രാ എങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് ബ്രാ സൈസ് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബ്രാൻഡിന്റെ സൈസ് ഞാൻ മെഷർ ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ ബ്രാസൊക്കെ വാങ്ങിയിട്ടുള്ളത്. അവ രണ്ടെണ്ണം ക്ലോവിയ എന്നാണ് വാങ്ങിയിട്ടുള്ളത്, പിന്നെ രണ്ടെണ്ണം ഷെയവേ എന്ന് പറയുന്ന ആപ്പ് എന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വെബ്സൈറ്റും ഉണ്ട്. ഞാൻ ആപ്പ് കയറിയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് എവിടെ എത്തി എന്നൊക്കെ ഉള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പം എനിക്ക് തോന്നുന്നത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. അവ രണ്ടും ആപ്പ് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ക്ലോവിയ എന്ന് പറയുന്ന ആപ്പും അതേപോലെ തന്നെ ഷെയവേ എന്ന് പറയുന്ന ആപ്പ് എന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലൊരു ബോക്സിലാണ് കേട്ടോ നമുക്ക് ഷെയവേൻ്റെ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊക്കെ ഷെയവേന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എംബ്ലം ഉണ്ട്, നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാണ് കേട്ടോ. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ. അവരുടേതായിട്ടുള്ള കുറച്ച് ഡ്രീം ബിഗ് വർക്ക് ഹാർഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള കുറച്ച് കാർഡ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബ്രാ എങ്ങനെയാണ് നമ്മൾ കഴുകേണ്ടത്, വാഷ് കെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ അതേപോലെ നമുക്ക് ഈ ഒരു ഷേവേൻ്റെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയാണ് ബ്രാൻഡ് സൈസ് നമ്മൾ പെർഫെക്റ്റ് ബ്രാൻഡ് സൈസ് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2 ബ്രായാണ് വരുന്നത്. ഫുൾ കവറേജിൽ വരുന്ന 2 പാഡഡ് ബ്രാസാണ് കേട്ടോ വരുന്നത്. ഫുള്ളായിട്ട് പാഡഡ് ആയിട്ടുള്ളതുണ്ട്. ആ ബ്രായാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഫസ്റ്റത്തത് ഒരു ക്രീം കളർ, ഒരു ബോഡി കളർ, ഒരു സ്കിൻ കളറാണ് ഓർഡർ ചെയ്തത്. പക്ഷേ സ്കിൻ കളറല്ല വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു ബ്രായും കൂടിയാണ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ക്ലോവിയൻ്റെ ഒരു ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലോവിയൻ്റെതാണ് ഇത്. ക്ലോവിയൻ്റെ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പാക്കിങ്ങിൽ വരുന്നത്. ക്ലോവിയൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ അത്. നമ്മളിതിന് മുമ്പ് വാങ്ങിച്ചപ്പോൾ വലിയൊരു ബോക്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 ബ്രായേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. സൂക്കിൻ്റെ കൂപ്പൺ കോഡൊക്കെ നമുക്ക് ഇതിന് മുമ്പ് പർച്ചേസ് ചെയ്തപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ. അതേപോലെ തന്നെ ഫസ്റ്റ് ക്രൈൻ്റെതും ഉണ്ട്. പിന്നെ അവരുടെ സമ്മർ സെയിലിൻ്റെ ഒരു കൂപ്പൺ കോഡുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതേപോലൊരു ബ്ലാക്കും വൈറ്റും ആണ്. നോൺ പാഡഡ് ആയിട്ടുള്ളതാണ് ക്ലോവിയെന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത്തവണ. അപ്പം ബ്ലാക്ക് നമ്മൾ നോർമൽ ഒരു പ്ലെയിൻ ബ്ലാക്ക് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ സൈസൊക്കെ കറക്റ്റ് മെഷർ ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം ബ്രായൊക്കെ വാങ്ങിയിട്ടുള്ളത്. 34A ആണ് എൻ്റെ സൈസ്. അപ്പം ഞാൻ മെഷർ ചെയ്തപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് 34A വെച്ചിട്ടുള്ള സൈസിലുള്ള ബ്രാസാണ് ഒക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പ്ലെയിൻ വൈറ്റിലുള്ള ഒരു ബ്രായാണ് കേട്ടോ ഇത്. അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. 2 പാഡഡായിട്ട് വാങ്ങിയിട്ടുള്ളത് ഷെയവേ എന്നാണ്. അപ്പോൾ 2 പാഡഡായിട്ടുള്ള ബ്രാല് ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ്. ഇതൊരു എന്താ പറയുക, ക്രീമല്ല, ഇതൊരു എന്താ പറയുക, നമ്മുടെ സ്കിൻ കളർ ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് പെർഫെക്റ്റ് സ്കിൻ കളർ അല്ല, കുറച്ചൊരു ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ്. പക്ഷെ എന്നാലും കളർ കുഴപ്പമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ബ്രാ എന്ന് പറയുന്നത്. പാഡനാണ്. നമുക്ക് ടീഷർട്ടൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഭയങ്കര നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇത് ഒന്നിന് 400 സംതിങ് ഉണ്ട് കേട്ടോ ഒരു ബ്രായ്ക്ക് വരുന്നത്. പിന്നെ എനിക്ക് ഇത് മാറിപ്പോയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ഇത് വരുന്നത് ഇവിടെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സ്ട്രാപ്പ് പോലെ നമുക്കിങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഒരു താഴെ ഭാഗത്താണ് വരുന്നുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടില്ല നമുക്ക് നോർമൽ ബ്രായിൽ ഉണ്ടാവാറുള്ളത്. എന്നിട്ട് നമ്മളിങ്ങനെ ബാക്കോട്ടേക്ക് വലിച്ചിടല്ലേ. ഇത് തെറ്റിപ്പോയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ബാക്കിലാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വലിച്ചിട്ടിങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ട് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി, നല്ല ക്വാളിറ്റിയാണ്. നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ്. നല്ല കംഫർട്ട് ഉണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ പെർഫെക്റ്റ് സൈസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ ഞാൻ എൻ്റെ കറക്റ്റ് സൈസ് അല്ലാതെ ബ്രാ ഇട്ട സമയത്ത് എനിക്ക് ഇവിടെയൊക്കെ ഒരഞ്ഞ് പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അതിന് ശേഷമാണ് ഞാൻ കറക്റ്റ് സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് സൈസൊക്കെ കണ്ടുപിടിച്ച് ബ്രാ വാങ്ങിച്ചത്. അപ്പോൾ ഇത് 34A ആണ് എൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് പെർഫെക്റ്റ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി. പിന്നെ അടുത്ത ബ്രാ ഞാൻ കാണിച്ചു തരാം. അടുത്തതൊരു പേർപ്പിൾ കളറാണ് കേട്ടോ. ഈ ഒരു കളറാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ലേസൊക്കെ വരുന്ന ടൈപ്പാണ്. നല്ല ഭംഗിയുള്ളൊരു ബ്രായാണത്. ഇവിടെ ഒരു കണ്ടോ, ഒരു സ്റ്റോണൊക്കെ വരുന്നുണ്ട്.
അപ്പം ഇതും ഇതേപോലെ തന്നെ നല്ല കംഫർട്ടാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇവിടെ 2 കളറ് മിക്സ് ആയിട്ടാണ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു പിങ്ക് കളറും ഇപ്പുറത്തേക്ക് പർപ്പിൾ കളറും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അടുത്തത് വന്നിട്ടുള്ളത് ക്ലോവിയൻ്റെ ആണ് കേട്ടോ. അവരുടെ തന്നെ പാക്കേജ് ആണത്. പിന്നെ ഇതിലൊരു നല്ല ക്യൂട്ടായിട്ടുള്ള പിങ്ക് ബോക്സിലാണ് കേട്ടോ അത് വരുന്നത്. ക്ലോവിയൻ്റെത് നല്ല ക്യൂട്ടായിട്ടുള്ള ബോക്സാണ്. അപ്പോൾ ഇതിൽ നോൺ പാഡഡ് ആയിട്ടുള്ള ബ്രായാണ്. 2 ഓർഡർ ചെയ്തിട്ടുള്ളത്. ബ്ലാക്കും വൈറ്റും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇതാ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ബ്രായാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. രണ്ടിലും എനിക്ക് നല്ല ക്വാളിറ്റി തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതാ ബ്ലാക്ക് ഇത് ഇത്രയേ ഉള്ളൂ പ്ലെയിൻ. പിന്നെ ഇതാ വൈറ്റ് ഇതാണ് വരുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു നെറ്റിൻ്റെ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ 3 സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് ബ്രായും അതേപോലെ ഇന്നറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റി അതേപോലെ തന്നെ എന്താ പറയുക നല്ല കംഫർട്ട് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായിരിക്കും നമ്മൾ ഇന്നറായിട്ട് ഇടുന്നതല്ലേ. അപ്പോൾ ഉള്ളിലിടുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉള്ളത് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ പെർഫെക്റ്റ് സൈസ് ആയിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പേരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് നേരെ ആ ആപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നമുക്ക് clovia.com അങ്ങനെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ നമുക്ക് പ്രോഡക്റ്റ് എവിടെ എത്തി എന്നൊക്കെ ട്രാക്ക് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കംഫർട്ട് ആയിട്ടുണ്ടാവുക ആപ്പ് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. എൻ്റെ അടുത്ത് 2 ആപ്പ് ഉണ്ട്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ വീണ്ടും ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.